സ്ഥലം മാറ്റിയ ഡോക്ടേഴ്സിനെ തിരിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ പുതിയ ഡോക്ടേഴ്സിനെ നിയമിക്കാം. കോളേജ് മാനേജ്മെന്റിനോട് പറയാൻ തുടങ്ങിയിട്ട് 2 മാസമായി. അവര് പറയുന്നത് സാറിന്റെ ഭാഗത്തു നിന്നുള്ള ഡിലേ ആണെന്ന്. ഈ ആവശ്യം പറഞ്ഞൊരു നിവേദനം സാറിന് അയച്ചിട്ടുണ്ട്. നിവേദനം അയച്ചിന്നെങ്കിൽ 18 ദിവസമായി, ഇതുവരെ ഒരു റിപ്ലൈ പോലും കിട്ടിയിട്ടില്ല. അത് കണ്ടിട്ടുണ്ടാവോ? അതെങ്ങനെയാ? ഉദ്ഘാടനങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സമയം കിട്ടണ്ടേ? മന്ത്രി കണ്ടിട്ടില്ലായിരിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്ക് ദിവസവും ആയിരക്കണക്കിന് രോഗികളാണ് സാർ ഒഴുകിയെത്തുന്നത്. അതവിടെ സൗജന്യ ചികിത്സ കിട്ടുന്നതുകൊണ്ട് മാത്രമല്ല, അവിടെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടെന്നുള്ള വിശ്വാസം കൊണ്ടാണ്. പുതിയ മെഡിക്കൽ കോളേജിലേക്ക് എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിനെ സ്ഥലം മാറ്റുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയ മെഡിക്കൽ കോളേജ് രോഗികൾ നോക്കുന്നത് ലീസ്റ്റ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള PG ഡോക്ടേഴ്സും ഇൻഎക്സ്പീരിയൻസ് ആയിട്ടുള്ള ഹൗസ് സർജൻസും മറ്റ് വിദ്യാർത്ഥികളുമാണ് സാർ. മെഡിക്കൽ കോളേജുകളുടെ എണ്ണം കൂടുന്നതിൽ ആരോഗ്യമന്ത്രി കാണിക്കുന്ന ശുഷ്കാന്തി കോളേജിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതിലും കാണിക്കണം സർ. ഇല്ലെങ്കിൽ വി വിൽ ഗോ ഓൺ ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക്. മെഡിക്കൽ കോളേജിൽ ട്രീറ്റ്മെന്റ് ഇല്ലാതാവും. പിന്നെ സമരം ചെയ്യാൻ പോകുന്നത് സാറിനെ ജയിപ്പിച്ച ജനങ്ങളായിരിക്കും. ഇലക്ഷൻ എടുത്തു വരുന്ന സമയം സാറേ, കാര്യങ്ങൾ വേഗം ഒത്തീർപ്പാക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കുന്നു. സർക്കാർ കാര്യങ്ങളല്ലേ, എല്ലാം ഒരു സിസ്റ്റം വഴിയേ പോകൂ. നിങ്ങളുടെ സിസ്റ്റം ശരിയല്ലാത്തതുകൊണ്ട് തന്നെയാണ് സാർ മെച്ചപ്പെട്ട വിദ്യാഭ്യാസവും ജോലിയും ആരോഗ്യ സാഹചര്യങ്ങളും നോക്കി ജനങ്ങൾ മടുത്തു വെറുത്ത് രാജ്യം വിട്ടു പോകുന്നത്. ക്ഷമേ സർ, സമയമായി. ആരോഗ്യമന്ത്രിയെ തടഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് തല്ലിച്ചതയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേസ് ചുരുളഴിയുന്നു. 4 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി സാറ ഈപ്പനാണ് ദാരുണമായി കൊല ചെയ്യപ്പെട്ടത്. മാനവ സമൂഹത്തെ ആകെ ഞെട്ടിക്കുന്ന സംഭവ വികാസങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. വീപ്പയ്ക്കുള്ളിൽ കോൺക്രീറ്റ് ചെയ്യപ്പെട്ട നിലയിലായിരുന്നു അവശിഷ്ടങ്ങൾ. അതിൽ നിന്ന് കിട്ടിയ ടേബിൾ ടെന്നീസ് ബോളിന്റെ ഫിംഗർ പ്രിന്റിലാണ് കൊല്ലപ്പെട്ടത് സാറ തന്നെയാണെന്ന് ഫോറൻസിക് ടീം സ്ഥിരീകരിച്ചത്. കൊല്ലപ്പെട്ടത് 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെയാണെന്നും ഫോറൻസിക് സർജൻ ഡോക്ടർ നാരായണാചാര്യ മൂർത്തി വ്യക്തമാക്കി. 2018 മാർച്ച് 24 അർദ്ധരാത്രിയാണ് മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥിനിയായ സാറ ഈപ്പനെ കാണാതാവുന്നത്. ഈ നരഹത്യ നടന്നത് LDP സർക്കാരിന്റെ കാലത്താണ് എന്ന് ആഭ്യന്തരമന്ത്രി ശശീന്ദ്രൻ മുല്ലയ്ക്കൽ ചൂണ്ടിക്കാട്ടി. ക്രിയാത്മകവും കാര്യക്ഷമവുമായ ആഭ്യന്തര വകുപ്പിന്റെ വിജയമാണ് ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിന് പിന്നിൽ ആര്? ഈ കൊല ചെയ്തത് എന്തിന്? ഇന്നലെ മമ്മ വിളിച്ചപ്പോൾ സാറേ തിരക്കി കേട്ടോ. നമ്മൾ ഒരേ നാട്ടുകാരാണ്, 2 പേരും RC, വി ആർ ഡോക്ടേഴ്സ്. സാറൊക്കെ ഓക്കെ ആണെങ്കിൽ ഐ ആം ഓൾറെഡി കമ്മിറ്റഡ്. ഇന്നലെ ഷാജി സാർ നിന്നെ പ്രപ്പോസ് ചെയ്തു. നിനക്ക് വേറെ ആളുണ്ടെന്ന് പറഞ്ഞു. വെറുതെ ആയിരിക്കല്ലേ? വെറുതെ കൺമണിക്ക് ഈ മാസം നൈറ്റ് ഷിഫ്റ്റ് ആയിപ്പോയി. അവളുണ്ടെങ്കിലും രസമുണ്ട്. ഒന്ന് പോടർക്ക. നിന്റെ ആള് ക്രിസ്ത്യാനിയാണല്ലേ? ആരായാലും നിനക്കെന്താ? നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചാൽ എന്നെ വെറുപ്പിക്കല്ലേട്ടോ. ഇനി എനിക്ക് നിന്നോട് പറയണം തോന്നുമ്പോ ഞാൻ നിന്നോട് പറയാം കേട്ടോ. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അപ്പൊ നിനക്ക് ആളുണ്ട്. ഉണ്ട്.
വിട പറയാതെന്തേ നീ വിധിയിലെറിഞ്ഞു പോ. എങ്ങോട്ടാ? ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാ? നെല്ലിയാമ്പതിക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ്. എന്ന് വരും? 5-6 ദിവസം കഴിയും. 5 6? അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ഞാൻ നിന്റെ ജാട കാണാൻ വന്നല്ല, ഒരു കാര്യം പറയാൻ വന്ന. ക്രിസ്ത്യാനിയല്ല, മുസ്ലിമാ. ജാതി മതമൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നിനക്കും പ്രശ്നമല്ലെന്ന് എനിക്കറിയാം. എന്നാലും നീ നല്ലോണം ഒന്ന് ആലോചിക്കും. ലൈഫിന്റെ കാര്യല്ലേ, ഡിസിഷൻ തെറ്റിപ്പോണ്ട. ക്യാമ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോ എനിക്കുള്ള മറുപടി അകലേക്കകന്നൊരു വീരേ. ഷാനുക സാറെ കാണാനില്ല. ഷീസ് മിസ്സിംഗ്. സാറേ സാറേ അവൻ ചത്തു സാറേ. നീയൊക്കെ കൂടെ പെണ്ണിനെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിട്ടോ അതാ അറുത്ത് തിന്നാടാ. നീ പോടാ കൊണ്ട്. പിള്ളേരെ അടിക്കുന്നില്ല, നിന്നെ അടിക്കട്ടാടാ. നിനക്കൊക്കെ കൊണ്ട് തിന്നാം. ഞാൻ പറയുന്നതിലാണ് കുഴപ്പമില്ല.